മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും ഒപ്പം തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഊണും ഒക്കെ ഒരു അടിപൊളി കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഇതറിയാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ഞാൻ വറുത്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കപ്പിൽ കൂടുതലുണ്ട് കേട്ടോ തേങ്ങ എന്താണെങ്കിലും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ എന്താണെങ്കിലും തേങ്ങ ഒന്ന് വറുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഞാൻ പറയാം. അപ്പോൾ തേങ്ങ ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതാണ് നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അച്ചാർ പൊടി ആട്ടോ. 1.5 ടീസ്പൂണോളം അച്ചാർ പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഗ്യാസിൽ വെക്കേണ്ട, മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുത്തു. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാനിതിലേക്ക് ചേർത്തത് 2-3 വറ്റൽമുളക് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് റെഡി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു പച്ചമുളക്, ഒരു പച്ചമുളക് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളൂ. അത് നെടുകെ കീറിയിട്ട് ഞാൻ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിച്ചു കേട്ടോ, വാളംപുളി. അവന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചില്ലേ, അത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റായിട്ട്, നല്ല ഫൈൻ പേസ്റ്റ്, അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി വലിയ ആന കുതിര സംഭവങ്ങളൊന്നും ഇല്ല നമുക്കിതിലേക്ക്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ചേർക്കണ വേറൊന്നുമല്ല, ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പീസ്, ഒരുപാട് ഇതൊന്നും വേണ്ട. അപ്പോൾ ആ ശർക്കര ഇട്ട് കഴിയുമ്പോൾ ഒരു വളരെ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ. ഒരു പുളിയിഞ്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കാരണം കണ്ടോ, നല്ല തിക്കാട്ടോ കറി. അങ്ങനെ വലിയ വെള്ളം പോലെ ഒന്നും അല്ല ഇരിക്കണം. നല്ല അടിപൊളി കറിയാണ്. ചൂട് പുട്ടൊക്കെ ആണെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കേട്ടോ. അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റുകളായിട്ട് ഞങ്ങൾ അറിയിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.